നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ സ്വാമി, സാറിന്റെ കുഞ്ഞുമോളൊന്നും സ്കൂളിൽ പോയില്ല? പോയല്ലോ. എന്നാ പോയിട്ടില്ല. അവൾ ആശുപത്രിയിൽ. ആശുപത്രിയിലോ? മോൾക്കെന്ത് പറ്റി? കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. ഞാനൊരു കാഴ്ച കണ്ടു. ഒരിക്കലും നമ്മളാരും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച. സത്യമാണോ സ്വാമി? സംശയം ഉണ്ടെങ്കിൽ സാറിങ്ങോട്ട് വാ. സാറിനും കാണാം വിശാലും ശ്രുതിമോളും കൈ കോർത്ത് പിടിച്ച് നടന്നു പോകുന്നത്. അപ്പോൾ അവരെന്നോട് നുണ പറയുകയായിരുന്നു അല്ലേ? നിരഞ്ജനം ചതിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ എൻ്റെ മോള്, അവളതിന് കൂട്ടി നിൽക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത്. നമുക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അവർക്കിടയിൽ ഉണ്ട് സാറേ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. സ്വാമി, വിശാലിനറിയാലോ, അവൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ. അവൻ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? നമ്മളായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. സ്വാമി, ഞാൻ പേടിക്കണം സാറേ, അല്ലെങ്കിൽ സാറിന് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. ശരി സാറേ, എന്തായാലും സാർ ഇങ്ങോട്ട് പോകും. സാറാണല്ലോ. എടുത്ത സ്പീക്കറിലിട്. അല്ല, എന്താ സാർ? ആ നിരഞ്ജൻ, നിങ്ങൾ സാമ്പ്രാണിക്കുടിക്ക് പോകുന്നില്ലേ? അല്ല, പോകുമ്പോൾ ശ്രുതിമോളെ കൊണ്ടാണോ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ശ്രുതിമോളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിയല്ലോ സാർ. ഓ, ആ, അത് നന്നായി. എന്നാ ഒരു കാര്യം ചെയ്യാം, വൈകുന്നേരം മോളെ വിളിക്കാൻ നിരഞ്ജൻ പോകണ്ട, ഞാൻ സോമയെ അയച്ചോളാം. അതൊന്നും വേണ്ട, ഞാൻ തന്നെ പോയി വിളിച്ചോളാം. സ്വാമി പോയാൽ എന്താ കുഴപ്പം? നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നുണകൾ പൊളിയും. നുണയോ? എന്ത് നുണ? എനിക്കിഷ്ടമല്ല. അല്ലെങ്കിൽ തന്നെ സ്വാമി ആരാ? ശ്രുതിമോളുടെ അമ്മാവനോ അതോ ചെറിയച്ഛനോ? അക്ഷര, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ഡാഡി വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. സ്വാമി ഡാഡിക്ക് വലിയ ആളായിരിക്കും, ഞങ്ങൾക്ക് അങ്ങനെയല്ല. അത് ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഡാഡിക്ക് തലക്കകത്ത് കയറാത്തത്? സർ, സ്വാമി ചെന്നാലൊന്നും ശ്രുതിമോളെ സ്കൂളുകാര് വിടില്ല സർ. അതിന് ഞങ്ങൾ ആരെങ്കിലും വേണം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, മോള് നിങ്ങളുടേതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പക്ഷേ ഞാൻ അവളുടെ മുത്തച്ഛനാ, എനിക്കുണ്ട് ചില അവകാശങ്ങൾ. ഞാനും അതങ്ങ് ചെയ്യും. ശ്രുതിമോളെ ഞങ്ങൾ നന്നായി തന്നെയല്ലേ നോക്കുന്നത്. പിന്നെന്തിനാ സാർ അവളുടെ കാര്യത്തിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ എടുക്കുന്നത്? ആവശ്യമില്ലാത്തതാണോ ആവശ്യമുള്ളതാണോ എന്നൊന്നും വിലയിരുത്താൻ സമയമായിട്ടില്ല. ശത്രുക്കൾ കറങ്ങി നടപ്പുണ്ട്, മനസ്സിൽ നിറയെ പകയുമായിട്ട്. എന്റെ മനസ്സിലെ ആദ്യം മുഴുവൻ അതാ. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എല്ലാം മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുന്നത് കൊണ്ടാണല്ലോ ശ്രുതിമോളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവളെ സ്കൂൾ ബസ്സിൽ അയക്കാം. എന്താ അതുപോലും ചെയ്യാത്തത്? സാറ് പേടിക്കുന്ന പോലൊന്നും സംഭവിക്കില്ലെന്നുള്ള നിർബന്ധം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടല്ലേ. സാറ് സമാധാനമായിട്ടിരിക്കെ. സ്വാമിയല്ല, ഞങ്ങൾ തന്നെയാ ശ്രുതിമോളെ രക്ഷയ്ക്ക് നല്ലത്.